നമുക്കിന്നേ ഒരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാം. പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ബീഫിന്റെ റിബ്സ്. ആക്ച്വലി ഇത് റിബ്സ് അല്ല, വേറൊരു സാധനമാണ് കേട്ടോ. നല്ല നാടൻ പോത്തിന്റെ നെഞ്ചടിയാണ്. നമ്മളിവിടെ 1 കിലോ നെഞ്ചടിയാണ് എടുത്തേക്കുന്നത്. അപ്പം അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. 3-4 വട്ടം നല്ലോണം കഴുകി നമുക്കിതൊന്ന് വാല വയ്ക്കാം. കാരണം ഇതിൽ നിന്ന് വല്ല ചോരയുടെ അംശം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന വരെ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇതിലെ വെള്ളമൊക്കെ നല്ലതായി പോകാനായിട്ട് വാല വെക്കണ നേരം കൊണ്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. ഒരു 5-6 ഇതള് വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും തൊലി കളഞ്ഞെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പം ഇനി ഈ ചതച്ചെടുത്തത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിനകത്ത് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മിയാസിൻ്റെ സ്പെഷ്യൽ ബീഫ് മസാല ഉണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പുമിട്ട് നമുക്ക് ഈ നെഞ്ചടിയുടെ പീസുകൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിനുശേഷം കുറച്ച് വിനാഗിരി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അത് ഈ നെഞ്ചടിയുമായുള്ള ഇറച്ചിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇതിനെ ഒന്ന് തൂവിയെടുക്കാം. എന്നിട്ട് ഒരു 3-4 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. അതിനുശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. പോത്തിൻ്റെ മൂപ്പും കുക്കറിൻ്റെ വലുപ്പവും അനുസരിച്ച് വിസിൽ എത്ര എണ്ണം വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം കേട്ടോ. നമ്മളിവിടെ ഏതാണ്ട് ഒരു 10 വിസിലടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, നമ്മുടെ പോത്തിൻ്റെ നെഞ്ചടി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ചുവന്നുള്ളി അരിഞ്ഞതും വറ്റൽമുളകും വേപ്പിലയും ചേർത്ത് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച നെഞ്ചടിയുടെ സ്റ്റോക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ നെഞ്ചടിയുടെ പീസ് ഓരോന്നോരോന്നായിട്ട് ഇതിനകത്തേക്ക് പറക്കി വെച്ചതിന് ശേഷം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ പൊറോട്ട ഉണ്ടാക്കാം. വീശി അടിക്കാൻ മടിയായതുകൊണ്ട് പൊറോട്ടയുടെ മാവ് മിക്സിയിൽ അടിച്ചതിന് ശേഷം പൊണ്ടാട്ടി ഒരു പ്രത്യേക രീതിയിലാണ് പൊറോട്ട ചുട്ടെടുത്തേക്കണേ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ശരിക്കും നൂൽ പൊറോട്ട കഴിക്കണ ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് പൊറോട്ട ഇട്ടതിന് ശേഷം അതിൻ്റെ മീതെ നെഞ്ചടിയുടെ പീസും വെച്ച് കൊടുത്ത് അതിൻ്റെ കുറച്ച് ചാറ് ഒഴിച്ച് നമുക്ക് എൻജോയ് ചെയ്യാം.